ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. പലരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. യെസ്, യു കെയിൽ പുതിയ ഇടതുപക്ഷ പാർട്ടി രൂപം കൊണ്ടിരിക്കുന്നു. ആൾക്കാരുടെ അംഗബലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിൽ കൂടിക്കൂടി വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നാട്ടിൽ നിന്നുള്ള വാർത്തകളും ഇവിടെ നിന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. അടുത്തായിട്ട് ഭരിക്കാൻ പോകുന്ന ഇനി ഈ വരുന്ന ലെഫ്റ്റ് വിങ് പാർട്ടിയാണോ ഇടതുപക്ഷ പാർട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം റീഫോം പാർട്ടിയുടെ ഒരു അംഗബലം ഓരോ ദിവസവും ഓരോ മാസം ശക്തമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ രീതിയിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പോളിംഗ് അടുത്ത് നടത്തി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും സിമ്പിളായിട്ട് ഇവിടെ അടുത്ത മാസമാണ് ഭരിക്കാൻ പോകുന്നതെങ്കിൽ പോലും അത് റീഫോം പാർട്ടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇവിടുന്ന് പെട്ടെന്നുണ്ടായൊരു പാർട്ടി ഇതൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും. കാരണം എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാനിഫെസ്റ്റോ വഴി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് വന്ന പാർട്ടികൾ ഇതൊന്നും ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് തന്നെ ഉണ്ടായ ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് തന്നെ വിഷമത്തോടു കൂടി ഉണ്ടായ പാർട്ടിയാണ് റീഫോം പാർട്ടി എന്ന് പറയുന്നത്. കാരണം ഇവിടെ തന്നെയുള്ള ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കാതെ വേറെ രാജ്യത്ത് കിടക്കുന്ന ആൾക്കാരെ ഒരു ബോട്ടിൽ മറ്റോട്ട് കയറി വരുന്നു, അവരെ കൈപിടിച്ച് കയറ്റിയിട്ട് അവർക്ക് വീട് കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് മെഡിസിൻ സംഭവങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അവർക്ക് ഫോൺ കൊടുക്കുന്നു, ഫോൺ റീചാർജ് ചെയ്യാനുള്ള പൈസ കൊടുക്കുന്നു, മാസം 50 പൗണ്ട് ആഴ്ച ഏകദേശം 50 പൗണ്ട് വെച്ച് അവർക്ക് ഓരോ ആൾക്കാർക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? രാജ്യത്തിന് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? നിങ്ങൾ മാനിഫെസ്റ്റോ ഈ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ഓക്കെ, ഇതൊന്നും ഈ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾ പറഞ്ഞ മാനിഫെസ്റ്റോ ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇവിടെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടാക്കി ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം വീണ്ടും കുത്തനെ താഴ്ത്തിക്കളയുന്ന പരിപാടിയിലോട്ടാണ് നിങ്ങൾ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നതെന്നുള്ളതാണ് റീഫോം പാർട്ടി പറയുന്നത്. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പൂർണ്ണമായിട്ടും ഇവിടുന്ന് ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് ഋഷി സുനക്ക് ചെയ്തൊരു പരിപാടി, ഋഷി സുനക്ക് ഓവറായ സമയത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു പരിപാടിയായിരുന്നു ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ നാട് കടത്തുന്നത്, ഫ്ലൈറ്റിൽ നാട് കടത്തുന്ന പരിപാടി. അത് നിങ്ങൾ വന്നേ ഉടനെ തന്നെ എടുത്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ആർക്കാണ് സപ്പോർട്ട് ഇവിടെ നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടികളൊന്നും ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല. ഇനി ഏതൊക്കെ പാർട്ടി വന്നാലും നമ്മളിവിടെ തന്നെ ഉണ്ടാവും, നമ്മളായിരിക്കും അടുത്ത് ഭരിക്കാൻ പോകുന്നതെന്നുള്ളതാണ് നിജൽ ഫരാജ് പറയുന്നത്. കാരണം അവർ നോക്കുമ്പോൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. കാരണം ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാർ, ബ്രിട്ടീഷായിട്ടുള്ള ആൾക്കാർ, ഇവിടെ തന്നെ ജനിച്ചു വന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇൻ കേസ് നമുക്കറിയാം. ഇപ്പോൾ അവർ കുറച്ച് നാളൊരു വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവർ വീട് മാറും, അവർ വേറെ സ്ഥലത്തോട്ട് പോകും. അപ്പോഴൊന്നും അവർക്ക് വീട് കിട്ടാനില്ല. കാരണം എങ്ങനെ കിട്ടും? ഇല്ലെങ്കിൽ മീൻസ് ഓരോ ദിവസവും ഇപ്പോഴാണ് 800-700 ഒക്കെ ആയിട്ട് ഓരോ ദിവസം നിങ്ങൾ ആരൊക്കെയുണ്ടോ 800-700 ഓരോ ദിവസം വരുന്ന തുടങ്ങി. നേരത്തെ ഇതൊന്നും അല്ല വന്നുകൊണ്ടിരിക്കുന്ന 1000-1200 ആയിരുന്നു. ഒരാഴ്ച തന്നെ വലിയൊരു ഹ്യൂജ് എമൗണ്ടുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം എന്ത് വേണം? വീട് വേണമല്ലോ, ഇല്ലാ പറ്റത്തില്ല. അപ്പോൾ അതിന് ഉള്ള വീടുകളെല്ലാം അത്യാവശ്യം തേടി പിടിച്ച് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ തന്നെയുള്ള ആൾക്കാർ അവരെ കുറച്ച് നാളൊരു വീട്ടിൽ താമസിച്ചിട്ട് ഇവരെ എങ്ങോട്ടും മാറും, വേറെ വീട്ടിലോട്ട് മാറും. അങ്ങനെയാണ് ഇംഗ്ലീഷുകാരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ മാറുമ്പോൾ അവർക്ക് വീട് കിട്ടാനില്ല ഒന്നത്. രണ്ടാമത്തെ കാര്യങ്ങൾ എന്താണ്? ഗവൺമെൻറ് ഫണ്ട് ഒരു സൈഡിൽ കൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി. ഒരു വർഷം ഏകദേശം 30,000 പൗണ്ടൊക്കെയാണ്. 30,000 പൗണ്ട് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ പൈസ എല്ലാം എന്തിനാണ് കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ പാർട്ടിക്കുള്ള ആൾക്കാർക്കും ഒന്നും അറിയില്ല. കാരണം അവരെ ഇവിടെ വളർത്തിയിട്ട് എന്താണ് ഗുണം? ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് റീഫോം പാർട്ടി പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇങ്ങോട്ട് പിടിച്ചു കയറ്റുന്നു എന്നുള്ളത് ഇരിക്കട്ടെ, അവർക്കൊരു ലീഗൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും റെഡിയാക്കി കൊടുത്ത് രാജ്യത്തിന് കോൺട്രിബ്യൂഷൻ ടാക്സ് അടയ്ക്കുന്നൊരു പ്രസ്ഥാനത്തിലോട്ടാക്കി ഒരു ജോലിയൊക്കെ റെഡിയാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് കാര്യമുണ്ട്. നിങ്ങൾ അതുമാത്രം ചെയ്യുന്നില്ല. നിങ്ങൾ അവരെ ഇവിടെ പിടിച്ച് കയറ്റിയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഇതുകൊണ്ട് രാജ്യത്തിനൊരു ഗുണവുമില്ല. ഇവിടെ ലീഗലായിട്ട് നിൽക്കുന്നവർക്കും ഇവിടെ ജനിച്ചു വരുന്ന ആൾക്കാർക്കും ഇതുകൊണ്ട് ഒരു ഗുണമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ രാജ്യത്തിന് ഇത് ഗുണമുള്ള കാര്യമല്ല എന്നുള്ളതാണ് റീഫോം പാർട്ടി പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന പരിപാടികൾ മുഴുവൻ, അതായത് ഈ പറയുന്ന ഇത്രയും 100-115 ജോബുകളുടെ നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുത്ത് കളയുന്നു, നിങ്ങളിതെല്ലാം നമ്മളെ തണുപ്പിക്കാനാണെന്നെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ് റീഫോം പാർട്ടിയുടെ ലീഡർ നജൽ ഫരാജ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഭരിച്ചിരിക്കും. സോ ഇപ്പോൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇതിപ്പോൾ ഏത് പാർട്ടി വന്നാലും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തിലോട്ട് തന്നെയാണ് എത്തിക്കുന്നത് ലേബർ പാർട്ടി. കാരണം ഇല്ലീഗൽ ഇമിഗ്രൻസ് നമുക്കറിയാം. ഇപ്പം റിഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നല്ല രീതിയിൽ തുരത്തുന്ന പരിപാടി ചെയ്യും. അത് കഴിഞ്ഞാൽ ലീഗൽ ഇമിഗ്രൻസ്, അതായത് ഇവിടെ പറഞ്ഞ
PR ഇല്ലാത്ത ആൾക്കാർക്ക് അത് കട്ടാക്കുമെന്നോ ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ റീഫോം പാർട്ടി പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ അറബ് കണ്ടുപിടിക്കൂ, നിങ്ങളുടെ അറബ് കൺട്രീസ് നിങ്ങൾ കണ്ടുപിടിക്കൂ, അവിടെ എങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം, അവിടെ ഇതുപോലെയാണോ, അവിടെ ഇതുപോലെ ആക്രമണവും കാര്യങ്ങൾ നടക്കുമോ, അവരെന്താണ് അവിടെ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ കണ്ടുപിടിക്കൂ, നിങ്ങൾ കാണുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളിലിരിപ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഈ PR സിസ്റ്റം എടുത്തു കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ള ജോബ്സിന് മാത്രമോ എന്താ പറയുന്നത് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾക്ക് മാത്രം ഉള്ള ജോബിന് മാത്രം PR കൊടുക്കുന്ന പരിപാടിയോ ഒക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിലോട്ട് കൊണ്ട് എത്തിക്കുന്ന ആരാണ്? ലേബർ പാർട്ടിയാണ്. കാരണം ഇങ്ങനെ വരുന്നവർക്കെല്ലാം ഇവിടെ PR കൊടുത്തിട്ട് ഗവൺമെൻറ് ഈ ബെനഫിറ്റ് സിസ്റ്റത്തിലോട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റീഫോം പാർട്ടി നോക്കുമ്പോൾ, റീഫോം പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടായി വന്നിരിക്കുന്ന പാർട്ടിയാണ്. പെട്ടെന്നുണ്ടായി വന്നിട്ട് ഒരുപാട് ആൾക്കാർ വലിയ രീതിയിലുള്ള ഒന്നാം സ്ഥാനത്ത് കയറിയിരിക്കുന്ന പാർട്ടി, ഒരുപാട് ഫണ്ടിങ് കിട്ടിയ പാർട്ടി, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത പാർട്ടി, ഒരുപാട് അംഗബലം കൂടുന്ന പാർട്ടി. എന്തുകൊണ്ടാണ് പെട്ടെന്നുണ്ടായ പാർട്ടി ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ തന്നെ ബ്രിട്ടീഷായിട്ടുള്ള ആൾക്കാരുടെ തന്നെ ഒരു പാർട്ടിയാണ്. അവരിതെല്ലാം കണ്ട് വിഷമിച്ചു. ഞങ്ങളുടെ രാജ്യം, നമ്മുടെ കൺട്രി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഏതോ ഒരു ദശയിലോട്ടാണ് ബ്രിട്ടൻ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി. ഇതെല്ലാം കണ്ട് വിഷമിച്ചിട്ടാണ് ഇവർ ഈ പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ ജനിച്ചു വരുന്ന ആൾക്കാരെ തഴഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ, അതിൻ്റെ അകത്ത് ലീഗിലുള്ള ആൾക്കാരാണെന്ന് കൂട്ടിക്കോ. അവർ നോക്കുമ്പോൾ നമുക്കറിയാം ലിവർപൂളിലും അതുപോലെ ബിർമിംഗ്ഹാമിലും അങ്ങനെ കുറേ സ്ഥലങ്ങൾ സിറ്റികളെല്ലാം പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരെ കാണുന്നത് വളരെ കുറവായിട്ടാണ്. എല്ലാം തന്നെ ഏഷ്യക്കാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മറ്റ് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ശരിയായ ദിശയ്ക്കല്ല പോകുന്നുള്ളൂ. അങ്ങനെ ഉയർന്നു വന്ന പാർട്ടിയാണ് റീഫോം പാർട്ടി. അതുകൊണ്ട് ആ പാർട്ടിക്ക് അംഗബലം ശക്തമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇത് കൂടുതലായിട്ട് ഇവിടെ വരുന്നവരെ ലീഗലായിട്ട് ഈ PR ഇല്ലാത്ത ആൾക്കാരെ അത് എടുത്തു കളയുമെന്നോ അല്ലെങ്കിൽ PRൻ്റെത് ഭയങ്കര രീതിയിൽ ശക്തമായിട്ട് മുൻപോട്ട് കൂട്ടുപോകുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ലേബർ പാർട്ടി വന്നിട്ട് ഇപ്പോൾ 5 വർഷം എന്നുള്ള PR 10 വർഷം ആക്കിയെന്ന് കൂട്ടിക്കോ, അതൊന്നും കാര്യമല്ല. റീഫോം പാർട്ടി വന്നാൽ ചിലപ്പോൾ അത് എടുത്തു കളയാം, ചിലപ്പോൾ അത് 10 എന്നുള്ള 20 വർഷമാക്കാം, അല്ലെങ്കിൽ 15 വർഷമാക്കാം. ഇതൊക്കെ ചെയ്യും. കാരണം ഭരിക്കുന്ന സമയത്തെ പാർട്ടി എന്താണോ അവരുടെ നിയമമാണ് നിയമം. ഇപ്പോൾ ഈ ലേബർ പാർട്ടി എന്തൊക്കെ ഇത് കൊണ്ടെന്ന് കഴിഞ്ഞാലും അടുത്ത സമയത്ത് വരുന്ന പാർട്ടിക്ക് അത് എടുത്തു കളയാം. അതിൻ്റെ ചിലപ്പോൾ സമയം കൂട്ടാം, അത് കുറയ്ക്കാം, എന്തൊക്കെയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഇതൊക്കെ ലീഗലായിട്ട് വരുന്നവർക്കൂടെ ഇവിടെ നിയമപരമായിട്ട് ഇവിടെ വന്ന് ഈ ഗവൺമെൻറ് ടാക്സൊക്കെ അടച്ച് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കൂടെ ഇത് ബാധിക്കുന്ന ഒരു ലെവലിലോട്ട് ഈ ലേബർ പാർട്ടി കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യം. കാരണം അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ലീഗലായിട്ട് വരുന്നവർ ഇവിടെ രാജ്യത്തിന് കോൺട്രിബ്യൂഷനൊക്കെ ചെയ്യുന്ന ഒരാൾക്കാരാന്നുള്ള ഒരു രീതിയിലോട്ടൊക്കെ അത് ചിന്തിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ PR-നെ അഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ PR ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന രീതിയിലുണ്ടെങ്കിൽ അതിന് PR-നെ അഫക്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അവർക്കുള്ള ടാക്സസ് പല രീതിയിൽ കൂട്ടുപോകുന്നോ ഒന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെ നേരത്തെ ഉള്ള പാർട്ടികൾ ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനൊരു പാർട്ടി ഉദയം ചെയ്ത് വരില്ലായിരുന്നു. കാരണം സ്വന്തം രാജ്യത്തെ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്കായിരിക്കും കൂടുതൽ വോട്ട് ഷെയർ, കൂടുതൽ ആൾക്കാർ അംഗബലം എല്ലാം കൂടിക്കൂടി വരുന്നത്. അല്ലെങ്കിൽ ഈ പാർട്ടി അവർക്കറിയാം ഈ കൺട്രി പോകുന്ന വേറൊരു ദശയിലോട്ടാണെന്നുള്ള കാര്യം അറിയാം. കാരണം പല സ്ഥലങ്ങളിലും വീട് കിട്ടാത്ത അവസ്ഥ, എങ്ങോട്ട് പോയി കഴിഞ്ഞാലും എല്ലാം തന്നെ ഏഷ്യക്കാരും മറ്റുള്ള ആൾക്കാരും തന്നെ ഒരുപാട് ആൾക്കാരായിട്ട് വരുന്നു. ഭയങ്കര രീതിയിലുള്ള ആക്രമണ കേസുകളെല്ലാം കൂടുന്നു. അങ്ങനെയുള്ളതുകൊണ്ട് നിയമം ശക്തമല്ല. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്തിനാണ് ഇവർക്ക് അതായത് ജയിലുകളിൽ ഇവരെ നിറച്ചിങ്ങനെ ഇടുന്നത്? വീണ്ടും ഗവൺമെൻറ് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ UK ആൾക്കാർക്ക് കുറച്ച് ആൾക്കാരെ പിടിച്ചിടാൻ വേണ്ടിയാണ് ജയിൽ. അതിന് നിങ്ങൾ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ, എല്ലാവരുടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ മുഴുവൻ പിടിച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇതും ഗവൺമെൻറ് നഷ്ടമുള്ള കാര്യമില്ല എന്നാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഇതെല്ലാം തന്നെ ഗവൺമെൻറ് പൈസയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇല്ലീഗൽ പ്രഗ്നൻസിന് തന്നെ ഒരു വർഷം 10,000, 30,000, 50,000 പൗണ്ട് കൊടുക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവരെ ജയിലിലിടുന്നു, അവർക്ക് നിങ്ങൾ എന്താ പറയുന്നത് ഭക്ഷണമെല്ലാം കൊടുക്കുകയാണ്. ഇതെല്ലാം തന്നെ ആവശ്യമില്ലാത്ത ചിലവുകളാണ്. ഇതൊന്നും രാജ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് റീഫോം പാർട്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നല്ല, നേരത്തെ തൊട്ട് പ്രതികരിക്കുന്നതാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുള്ളൂ. പ്രാവശ്യം ശക്തമായൊരു പ്രതികരണമാണ് ലേബർ പാർട്ടിക്കെതിരെ റീഫോം പാർട്ടി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, നിങ്ങളിത് ചെയ്യുന്നതൊക്കെ ഞങ്ങളെ തണുപ്പിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്തത് ഭരിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഏതൊക്കെ ഇനി ലെഫ്റ്റ് വിങ് പാർട്ടി വന്നാലും, പുതിയതായിട്ട് പാർട്ടി രൂപം കൊണ്ടൊന്നും നമ്മൾ കേട്ടു. അപ്പോൾ അത് വന്നാലും വന്നില്ലെങ്കിലും, റൈറ്റ് വിങ് വേറെ വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ തന്നെ ഇവിടെ ഭരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ആൾക്കാരുണ്ട്, സോഴ്സുണ്ട്, പവറുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന ട്രംപ്, ഇലോൺ മസ്കിൻ്റെ ഒക്കെ ഫണ്ടിങ് ഈ പാർട്ടിക്കുണ്ട്.
അവരുടെ വലിയൊരു ഫണ്ടിങ്ങും സപ്പോർട്ടും തന്നെ ഈ പാർട്ടിക്കുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവർ ഇപ്പം ഒരു മാനിഫെസ്റ്റോ വലുതായിട്ടൊന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ലീഗലായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കുമെന്നോ ടാക്സ് വലിയ രീതിയിൽ കൂട്ടുമെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ PR പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാരണം ഉണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ ഡിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പഴയൊരു ബ്രിട്ടൻ്റെ ഒരു സിസ്റ്റത്തിലോട്ട്, അതായത് ഒരു 10, 15, 20 വർഷം പഴക്കമുള്ള രീതിയിലോട്ട്, ആ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു അതിലോട്ട് ചിലപ്പോൾ കൊണ്ടുപോയി എത്തിക്കാൻ പോകുന്ന ലെവലോട്ടാണ് ആക്കുന്നതെന്ന് നമുക്ക് പറയാതെ പറ്റില്ല. കാരണം അമ്മാതിരിയുള്ള പരിപാടിയാണ് ലേബർ പാർട്ടി ഇവിടെ ചെയ്യുന്നത്. കാരണം അവർ ഈ പറയുന്ന മാനിഫെസ്റ്റോയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന റീഫോം പാർട്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപടി മുന്നിലുള്ള കാര്യങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ റീഫോം പാർട്ടി ഇങ്ങനെ പ്രതികരിക്കില്ല. അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പാർട്ടി കൺസർവേറ്റീവ് പാർട്ടി ആണെങ്കിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ, ഒരു പടിക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ, ഇവിടുത്തെ ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്തായിരുന്നെങ്കിൽ റീഫോം പാർട്ടി ഇങ്ങനെ പ്രതികരിക്കില്ല. അവർക്ക് വോട്ട് ഷെയർ ഇത്രയും കൂടില്ല, അവർക്ക് അംഗബലം കൂടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ലേബർ പാർട്ടിയിൽ നിന്ന് പോലും ആൾക്കാർ റീഫോം പാർട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഇത് കാര്യമില്ല എന്നുള്ള കാര്യം. കാരണം ഇപ്പോഴും 700-800 പേര് ആൾക്കാർ ഒരു ദിവസം ഇല്ലീഗൽ ഇമിഗ്രൻസ് ബോട്ടിലും മറ്റുമായിട്ട് UK വരുന്നു. ഇവർക്കെല്ലാം ഈ ഭക്ഷണവും ഈ പറയുന്ന വീടും കൊടുത്ത് എല്ലാം കൊടുത്തിടുവാണ്. ഭക്ഷണം കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു, ഫോൺ കൊടുക്കുന്നു, ഫോൺ റീചാർജിനുള്ള പൈസ കൊടുക്കുന്നു. ഇനി മെറ്റേണിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കുന്നു. ഒരു ദിവസം, ഒരു മാസം, ഒരാഴ്ച തന്നെ ഏകദേശം 30-50 കൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നു. ഒരു വീട്ടിലുള്ള ഒരാൾക്ക് തന്നെ അത്രയും കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു വർഷം 30,000-50,000 പൗണ്ടാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിന് വേണ്ടി മാത്രം കൊടുക്കുന്നത്. എന്താണ്? രാജ്യത്തിന് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്ത് ചുമ്മാ വന്ന് കിടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പൈസയാണ്. ഹെൽപ്പ് അപ്പോൾ ആ ഒരു ഹെൽപ്പൊന്നും നിങ്ങളിനി വേണ്ട. നിങ്ങളിനി കൊടുക്കുന്ന ആളത്രയും കൊടുത്താൽ മതി. ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊടുപ്പ് നിൽക്കും, നിങ്ങളെ ഇവിടുന്ന് ഓടിക്കുന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞ റീഫോം പാർട്ടി നിജൽ ഫരാജ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ വീണ്ടും സമ്മർദ്ദത്തിലായിട്ട് ലേബർ പാർട്ടി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവർക്ക് വീണ്ടും ജയിക്കാനായിട്ടും മറ്റൊരു തണുപ്പിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തേക്കും ബൈ.